തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പത്മജ വേണുഗോപാൽ പോവുകയാണ്. അതിനു മുമ്പ് റിപ്പോർട്ടർ ടിവിക്ക് ഒപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ തവണ ബി.ജെ.പിക്ക് വേണ്ടിയാണ് ഈ വോട്ട് പിടിക്കാൻ എത്തുന്നത്? എങ്ങനെയാണ് ഒരുപക്ഷെ ലീഡറുടെ ആത്മാവ് പൊറുക്കില്ല എന്ന് സഹോദരൻ ഉൾപ്പെടെ പറയുന്നു? കാരണം എൻ്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ എതിർത്തത് മാസ്റ്റർ പാർട്ടിയുടെ കൂടെയായിരുന്നു. അന്ന് അവരുമായിട്ട് കൈ കൊടുക്കാൻ അച്ഛൻ തയ്യാറായി. അതിനുള്ള കാരണം ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപമാനം കൊണ്ടാണ് അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇതാക്കായിരുന്നു. അവിടെയും മുരളിയേട്ടനാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, NCPനെ കൊണ്ടുവന്നത്. അച്ഛൻ തീരെ താല്പര്യത്തോട്ടല്ല NCP പോയത്, എനിക്കറിയാം. അന്ന് കോൺഗ്രസ് വിടാണ്ടായ കാരണം കെ മുരളീധരൻ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കെ കരുണാകരൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറായിരുന്നില്ലെന്നാണോ? ഇല്ല, എന്നുവെച്ചാൽ അവസാനം ഇങ്ങനെ എല്ലാം വേണ്ട എന്ന് വയ്ക്കാം, മാറി നിൽക്കാം എന്നുള്ളൊരു തീരുമാനം അല്ലാണ്ട് പാർട്ടി വിടണം എന്നുള്ളൊരു തീരുമാനം മുരളിയേട്ടൻ തന്നെയാണ് എടുപ്പിച്ചത്. ഞാൻ ഇതുവരെ ആരോടത് പറഞ്ഞിട്ടില്ല. അച്ഛനെ ഭീഷണിപ്പെടുത്തിയും അച്ഛനെ ഇതാക്കിയിട്ടൊക്കെ കണ്ടു നിന്ന ആൾ ഞാനാണ് 17 കൊല്ലം എൻ്റെ അച്ഛനെ നോക്കിയത്. മുരളിയേട്ടൻ അവസാനത്തെ 8 മാസം എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല അച്ഛനെ കാണാൻ. ഇപ്പം ഒടുവിൽ ബി.ജെ.പിക്കെതിരെയാണ് ശ്രീ കെ കരുണാകരൻ പോരാടിയത്. അപ്പം ബി.ജെ.പിക്കെതിരെ പോരാടി അവിടത്തേക്ക് പത്മജ വേണുഗോപാൽ പോകുമ്പോൾ ബന്ധം, രക്തബന്ധം പോലും ഉപേക്ഷിക്കുന്ന നിലപാടിലേക്ക് കെ മുരളീധരൻ എത്തുകയും തൃശ്ശൂരിലേക്ക് മത്സരത്തിനിറങ്ങുകയാണ്. അപ്പോൾ അവിടെ കെ മുരളീധരൻ ജയിക്കില്ലേ? പ്രത്യേകിച്ച് കെ കരുണാകരന്റെ ഒരു തട്ടകമാണ്. എൻ്റെ തട്ടകത്തിൽ കരുണാകരനെ തോൽപ്പിച്ചിട്ടുണ്ട്. സ്വന്തം തട്ടകത്തിൽ എൻ്റെ അച്ഛൻ തന്നെ തോറ്റു, മുരളിയേട്ടൻ തോറ്റു, ഞാൻ തോറ്റു. അപ്പോൾ പിന്നെ എന്തായിരിക്കും തൃശ്ശൂരുകാരുടെ ഇതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മുരളിയേട്ടന് ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കാം, എനിക്കറിയില്ല. പക്ഷെ അവിടെ സുരേഷ് ഗോപിക്കും സുനിൽ കുമാറിനും അതേമാതിരി തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് തൃശ്ശൂർ. അപ്പം അവിടെ മുരളിയേട്ടനോടുള്ള ആൾക്കാർക്കുള്ള പേടി, മുരളിയേട്ടൻ ഇത് കഴിഞ്ഞാൽ ജയിച്ചാൽ വീണ്ടും മറ്റേ വട്ടിയൂർക്കാവ് പോവും, അങ്ങനൊരു പേടിയുണ്ട്. അപ്പോൾ പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയണ അവർക്ക് സുനിലേട്ടനാണ്, സുനിൽകുമാർ. സുനിലേട്ടൻ എന്തായാലും തൃശ്ശൂരുണ്ടാവും, കെ മുരളീധരൻ ഉണ്ടാവും എന്ന് എന്താ ഉറപ്പ് എന്നാണ് അവർ പറയണത്. അപ്പം അതെന്താവുന്ന പിന്നെ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ കുറേ കോൺഗ്രസ്സുകാർ കൂടി അദ്ദേഹത്തെ ജയിപ്പിച്ചോളൂ, അങ്ങനെയെങ്കിലും അങ്ങനെ ജയിച്ചു പോട്ടെ. ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുമോ? പാർട്ടി പറഞ്ഞിറങ്ങും. കാരണം മുരളിയേട്ടൻ ഈ വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സെന്റിമെന്റ്സ് കൂടുതൽ, എൻ്റെ ജീവിതം തകർത്തത് ഇവരോടൊക്കെയുള്ള സെന്റിമെന്റ്സ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പം അവരോട് പറഞ്ഞിട്ട് ഞാൻ മാറിയെന്നേനെ. പക്ഷെ ഇനിയിപ്പോൾ ഇറങ്ങാൻ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ പാർട്ടി പറഞ്ഞ എവിടെ ഇറങ്ങും. കാരണം നമുക്കൊരു അംഗീകാരം അവർ തരികയല്ലേ ചെയ്യണം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോകും. കാരണം എനിക്ക് ഇത്രയും കാലം പാർട്ടിയിൽ ഇവർ പറയും അത് തന്നു ഇത് തന്നു, എത്ര കാലം കാല് പിടിച്ചിട്ടാണ് എനിക്കൊരിത് കിട്ടുക എന്നറിയാം ഇവരുടെ അടുത്ത്. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പം KPC വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എക്സിക്യൂട്ടീവിലേക്ക് വന്ന എന്താ കാരണം എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? കാരണം ഒരു വലിയ നേതാവിൻ്റെ അനുയായി, എന്നെ ദ്രോഹിച്ച ആൾ, എന്നെ തോപ്പിച്ച ആൾക്കൂട്ടത്തിലൊന്ന്, അയാൾക്കെതിരെ ഞാൻ പറഞ്ഞപ്പോൾ എന്നാൽ രണ്ടുപേരും വേണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾക്ക് എക്സിക്യൂട്ടീവിൽ കൊടുത്തു, എന്നെയും. അപ്പോൾ രണ്ടുപേരും തുല്യമാക്കി. അതിലൊന്നും അത് കഴിഞ്ഞ് പിന്നെ പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോയാലോ എൻ്റെ ഒരു ബോർഡോ ഇതോ അവർ വെക്കില്ല. കാരണം ഈ വലിയ ആൾക്കാരെ പേര് പറഞ്ഞ് ഇവരൊക്കെ പേടിപ്പിക്കുക ആൾക്കാരെ. അപ്പം ഇവരൊക്കെ എല്ലാവരും അധികാരത്തിന് ഇതിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ അവരെന്നെ കാണാൻ പോലും വരില്ല, എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തി. അത് കഴിഞ്ഞ് അടുത്ത സമയത്ത് ഞാൻ ഒരു പരാതി എഴുതി കൊടുത്ത മണ്ഡലം ബസ്സിനെ ഞാൻ പറഞ്ഞത് വെക്കല്ലേ, പകരം നിങ്ങൾ ആരെ വേണമെങ്കിൽ വെച്ചോ, എനിക്ക് ഇന്നാൾ വേണമെന്നില്ല. അപ്പോൾ വാശിക്ക് അവിടെ തന്നെ കൊണ്ടുവച്ചു. അപ്പോൾ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി. പിന്നെ ഞാൻ എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കണ്ടത് പഴയ BJP ഒന്നുമല്ല. അവരിപ്പോൾ വർഗീയതയൊന്നുമില്ല, അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയോ അല്ലെങ്കിൽ അബ്ദുൽ സലാമും പിന്നെ അനിൽ ആൻ്റണിയൊന്നും ഇതിന് വരില്ലല്ലോ. അവർ വളരെയധികം മാറിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ജനസേവനം ത്തിന് ചെയ്യാൻ പറ്റിയൊരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നി. അതിനുള്ള എല്ലാവർക്കും ഉണ്ട്, അവരുടെ രീതികളും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. പിന്നെ ഏത് പാർട്ടിക്കും നല്ലൊരു ലീഡർ വേണം, അത് ആരായാലും, കോൺഗ്രസ് ആയാലും മാസ്റ്റർ ആയാലും BJP ആയാലും. അതിലിപ്പം ഇവിടെ കോൺഗ്രസ്സിന് ഇന്ത്യ ലെവലിൽ ഏതാ നേതാവുള്ളത്? ഖാർഗെയാണോ, സോണിയാഗാന്ധിയാണോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണോ? കാരണം എനിക്ക് മൂന്നുപേരെയും കാണാൻ പറ്റാറില്ല.